സിസ്റ്റർ എവിടെ പോയി? ആന്റി സിസ്റ്ററിനെ കണ്ടോ? ആ കണ്ടായിരുന്നു. മരത്തിന്റെ ചോട്ടിൽ നിന്ന് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ആണോ? ശരി ആന്റി. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യവാരിധി ആയ താൻ മനുഷ്യർ കാരണം പാപാതി നീക്കുവാനായി മനുഷ്യനീജവേഷത്തെ ധരിച്ചൊരു മനുഷ്യതാവെ കാണാകണം. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദേവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. സിസ്റ്ററെ കൊള്ളാലോ ഈ കവിത. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഈ കവിത കേൾക്കുന്നേ. ആരാ ഈ കവിത എഴുതിയേ? ഇത് നമ്മുടെ ചാവറപ്പിതാവിന്റെ കവിതയാ. ചാവറപ്പിതാവിന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയാം. ചാവറപ്പിതാവിന്റെ ആത്മാനുതാപം എന്ന കൃതിയിലെ ഏതാനും വരികളാണിവ. നമ്മൾ കവിത ചൊല്ലിയപ്പോ ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ടായിരുന്നു. ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പറയാവോ? കാണാകേണമെന്നല്ലേ? അതെ, കാണാകേണം. ചാവറപ്പിതാവിന് എപ്പോഴും ദൈവത്തെ കാണാൻ, ഈശോയെ കാണാൻ അതിയായ ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ സങ്കീർത്തന പുസ്തകത്തിലൊക്കെ കാണുന്ന പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്ന് പറയുന്ന പോലെ ശക്തിയായ ഒരു ആഗ്രഹം. ദൈവത്തെ കാണാനുള്ള ഈ ശക്തമായ ആഗ്രഹം കാരണം ചാവറപ്പിതാവ് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം വചനം പറയുന്നുണ്ടല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈശോയെ കാണാൻ ഇഷ്ടമുണ്ടോ? ഉണ്ട്. അതിനെന്ത് ചെയ്യണം? ഹൃദയശുദ്ധിയിൽ ജീവിക്കണം. അതെ, ഹൃദയശുദ്ധിയിൽ ജീവിക്കണം. സിസ്റ്ററെ, ഈ ചാവറപ്പിതാവ് കുട്ടനാട്ടുകാരനല്ലേ? അതെ, കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ഗ്രാമത്തിലാണ് ചാവറപ്പിതാവ് ജനിച്ചത്. സിസ്റ്ററെ, ഞാൻ പോയിട്ടുണ്ട് ചാവറപ്പിതാവിന്റെ വീട്ടിൽ. നീ പോയിട്ടുണ്ടോ? സിസ്റ്ററെ, എനിക്കും പോകാൻ ആഗ്രഹമുണ്ട്. എനിക്കും പോണോ സിസ്റ്ററെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോയാലോ? പോകാം. എന്ന് പോകും? നമുക്ക് ശനിയാഴ്ച പോയാലോ? അന്ന് അവധിയല്ലേ? ശനിയാഴ്ച അവധിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് വാ. ആ, ഇപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി.